പടച്ച റബ്ബിനോടുള്ള ഒരു ബന്ധം അത് എത്ര ശക്തമായിട്ടാണോ അടിമ നിലനിർത്തുന്നത്, ആ രൂപത്തിൽ അല്ലാഹു തആല അടിമയോടും ബന്ധമുള്ളവനാകും. നമ്മൾ അള്ളാഹുവിനെയല്ലേ എല്ലാ തരത്തിലും സംരക്ഷകനായി കാണുന്നത്. അതിന് അള്ളാഹുവിനുള്ള ഇബാദത്തും അള്ളാഹുവിനുള്ള തഖ്വയും വർദ്ധിപ്പിക്കണം. ഇബാദത്ത് നിത്യമാക്കണം. ഇബാദത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് ഒരു നിലക്കും വിട്ടുകളയാതെ കാത്തു സൂക്ഷിക്കണം. നിങ്ങൾ നോക്ക്, പഴയ കാലത്തെ പോലെ ഒന്നല്ല. എന്തൊരു സൗകര്യമാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെ നിന്നൊരാൾ പാലക്കാട്ടേക്ക് പോവുകയാണ്, കോയമ്പത്തൂരിലേക്ക് പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പള്ളി അന്വേഷിച്ച് നോക്കിയാൽ ആ പോകുന്ന വാഹനത്തിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി നിസ്കരിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് കാണാം പള്ളിയുടെ ഭാഗത്ത്. പള്ളിയല്ല, ഒരു ചെറിയ റൂം. അങ്ങനെ ഉണ്ടോ? ഒരു 10 കൊല്ലം മുമ്പ് ഇല്ല. അല്ലെങ്കിൽ മദ്രസയിൽ ഒരു ചെറിയ സൗകര്യം കാണാം. പക്ഷെ ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായാലും ഖലീലമ്മാ തഷ്കുറൂൻ, നന്ദി ബോധത്തോടെ കാര്യം നിർവഹിക്കുന്നവർ കുറവേ ഉണ്ടാകുള്ളൂ. 1000-1 അത്രേ സ്വർഗത്തിൽ പോകാനുള്ളൂ. സ്വർഗത്തിൽ പോകാനുള്ള കണക്കും അത്രേ ഉള്ളൂ. 1000-1 അത്രേ നന്ദിയുള്ളൂ. ഒരേന്നോ അവിടുന്ന് ഇവിടുന്നൊക്കെ നിർവഹിക്കുന്നത് നോക്കണ്ട. കൃത്യമായിട്ടും ആ വിഷയത്തിൽ ബന്ധമുള്ളവര്, അവരെ യഥാർത്ഥ നന്ദിയുള്ള അടിമയായി കാണാൻ പറ്റൂ. എപ്പോഴെങ്കിലൊക്കെ വന്നിങ്ങനെ നിസ്കാരമൊക്കെ നിർവഹിച്ചു പോകുന്ന ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും അത് ജാഗ്രതയോടെ നിലനിർത്തുന്നവരെ പറ്റി.